നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ അബുദാബിയിൽ നിന്നും കേട്ടതല്ലേ. 4 പിഞ്ചു മക്കൾ മരണപ്പെട്ട ഒരു വാർത്ത. ആ ഒരു വാർത്തയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്ത ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിസംഖിയായിട്ടുള്ള ഒരു പരനാറിയുടെ വീഡിയോ ഞാനടക്കം ഒരുപാട് ആളുകൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജാതി മതഭേദമന്യേ മനുഷ്യനായി പിറന്ന ഒരാൾക്കും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റാത്ത തരത്തിലുള്ള ഒരു വൃത്തികെട്ട കമൻറ്റിട്ട ഈ പരനാറിക്കെതിരെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തു. ആ കൂട്ടത്തിൽ ഞാനും ഒരു വീഡിയോ ചെയ്തു. ഞാൻ കുറച്ച് വൈകിയാണ് ആ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഒരുപാട് ആളുകളുടെ വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം ഇവന് പോലീസ് സൗദി റിയാദിലാണ് ഇവൻ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. സൗദി പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തെന്നൊക്കെയാണ് വന്ന വാർത്തകൾ. ആ വാർത്തയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തു. ഇവനെ സൗദി പോലീസ് പിടിച്ചു, ഇവന് നിയമപരമായ രീതിയിൽ ഇവനുള്ള ശിക്ഷ കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ചില വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇവനെ പിടിച്ചു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ പിടിച്ച് ഇവന് വലിയ ശിക്ഷയൊന്നും കൊടുക്കുന്നില്ല, ഇവനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇവനെ തിരിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് ഇത് ഒരു ഫേക്ക് ഐഡിയ ആണ്. ഈ ഫേക്ക് ഐഡിയയിലൂടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഓടാൻ പറ്റിയ ഒരു സാധനം എന്ന് പറയുന്നത് വർഗീയതയാണല്ലോ. അത് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ താഴെ അന്യമത വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇതുപോലത്തെ വിദ്വേഷപരമായിട്ടുള്ള കമൻറ്റുകൾ ഇടുമ്പോൾ ആ കമൻറ്റ് എടുത്ത് വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വന്നപ്പോഴും എല്ലാവരും റിയാക്ട് ചെയ്തു. അപ്പോൾ അത് നല്ല രീതിയിൽ കേരളത്തിലൊരു വേരോട്ടം ഉണ്ടാകും. അതുകൊണ്ട് ഇത് സംഘപരിവാർ ചെയ്താകാം, അല്ലെങ്കിൽ ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇത്തരത്തിലൊരു കമൻറ്റ് ഇട്ടെന്നൊക്കെ പലരും പറയുന്നത്. എന്നാൽ ഈ ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഇവൻ്റെ പ്രൊഫൈലിൽ നമ്മൾ കയറി നോക്കുമ്പോഴത്തേക്ക് 2 തരത്തിലുള്ള 2 ഐഡി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതിലൊന്ന് UK നിന്നുള്ള ഒരു ഐഡിയ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇവൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടുമില്ല, എന്നെ നിങ്ങൾക്ക് ഒരു പുല്ല് ചെയ്യാനും പറ്റത്തില്ല, ഞാൻ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കമൻറ്റാണ്, ഞാനിപ്പം UK ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവനൊരു കമൻറ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്നാൽ ചങ്ക് പൊട്ടിക്കരയുന്ന ആ വാപ്പായുടെ ആ ഒരു കരച്ചിലുണ്ടല്ലോ, അത് മനുഷ്യനായി പിറന്ന ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന ആ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇപ്പം 5 പേർ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് പിന്നീട് നമ്മൾ കേട്ടത്. 7 പേര് സഞ്ചരിച്ചതിൽ 2 പേരാണ് അവശേഷിക്കുന്നത്. ഇനി ഒരു മോള് മാത്രമേ ഉള്ളൂ. ആ പൊന്നു മോളെടുത്ത് ഇതുവരെ അവർ ഇക്കാക്കന്മാർ മരിച്ചുപോയ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ എത്രത്തോളം വേദനാജനകമായിട്ടുള്ളൊരു സംഭവം ഓരോരുത്തരുടെ കുടുംബത്തിലുണ്ടാകുമ്പോഴല്ലേ ആ ഒരു ഊത്തൽ മനസ്സിലാകത്തുള്ളൂ. ഇതൊരു ഫേക്ക് ഐഡിയയിലൂടെ ഇനി ആര് തന്നെ ചെയ്താലും, ഇതിപ്പോൾ ബെന്നി ആയിക്കോട്ടെ ഇനി വേറെ ഏതെങ്കിലും ആളുകളായിക്കോട്ടെ ചെയ്താൽ പോലും മനുഷ്യനായി ജനിച്ച് ഇടാൻ പറ്റിയ ഒരു കമൻ്റ് ആണോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്? അല്ല. എന്നാൽ പല ആളുകളെയും ഞാൻ സൗദിയിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പല ആളുകളും പറയുന്നത് ഇവനെ പിടിച്ചു എന്ന് തന്നെയാണ് പലരും പറയുന്നത്. എന്നാൽ ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുമ്പോൾ സത്യം പിടിക്കുമ്പോൾ ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. ഇങ്ങനെയൊക്കെ ഇവർ ഈ നടക്കണ ഇവിടെ നമ്മളൊക്കെ വാർത്ത അടക്കമുള്ള ഇവനെ അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇവൻ കണ്ടിട്ടുണ്ട്. ഇവൻ പുതിയൊരു പോസ്റ്റ് ഇട്ടു, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനിവിടെ യുക്രൈൻ. വളരെ പ്രകോപനകരമായ ഒരു പോസ്റ്റ്. ആ പോസ്റ്റർ നിങ്ങളിത് വായിച്ചു നോക്കി, ഞാൻ പറയണില്ല, നിങ്ങൾ വായിച്ചു നോക്കി. എന്നെ പിടിച്ചു, കൂട്ടിലിട്ടു, നാട് കടത്തി, ജോലി പോയി എന്നൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണ്. ഞാൻ റിയാദൊക്കെ വിട്ട് വർഷങ്ങളായി, ഞാനിപ്പോൾ ഉള്ളത് UK ഇതാണ് ഇവനിട്ടിരിക്കുന്ന ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കമൻറ്റ്. പക്ഷേ ആ ഒരു പ്രൊഫൈലിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അത് ജനുവരി 9 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റായിട്ടാണ് എനിക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണേലും ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കിക്കോളൂ. അവസാനമായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ പറഞ്ഞു കേൾക്കുന്നു. ആ ഇസ്സയെ ഇതുവരെ, കാരണം ആ ഷോക്ക് അവൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അവൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എവിടെ ഇക്കാക്കാരെവിടെ, ഉണ്ണിമാരെവിടെ, ഒരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് നിർത്തിക്കുകയാണ്. അല്ല, ആ കുട്ടിക്ക് അല്ലാഹു ക്ഷമിക്കാനുള്ള കരുത്തുള്ള കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് ആദ്യം ആ ജോസഫ് ബെന്നിയെ കുറിച്ച് പറയാം. ഞാനടക്കമുള്ള പല യൂട്യൂബ് ചാനലുകളും ജോസഫ് ബെന്നിയെ പിടിച്ചു, സൗദി അറേബ്യയിലെ റിയാദിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതല്ല. അയാൾ സൗദിയിലും റിയാദിലൊന്നും അല്ലള്ളത്. ഇതിന്റെ പിറകെ തന്നെയായിരുന്നു ഞാൻ. ഇതിന്റെ സത്യം എന്താണ്? കാരണം ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലോ ഒരു വാർത്താ ചാനലിലോ ഇവന്റെ തെമ്മാടിത്തരം വാർത്തയാക്കിയിട്ടില്ല. ഇവനെ അറസ്റ്റ് ചെയ്തപ്പോൾ, അറസ്റ്റ് ചെയ്താൽ സൗദിയിലെ ഏതെങ്കിലും ചാനലിലോ അല്ലെങ്കിൽ വേണ്ട അവിടെ ഇഷ്ടംപോലെ മലയാളി ചാനലുകൾ തന്നെ സൗദിയിൽ നിന്നൊക്കെ വാർത്ത കൊടുക്കുന്നവരുണ്ട്, മീഡിയ 1 ഉണ്ട്, എല്ലാ ചാനലിലും ഉണ്ട്.
അവരാരും ഇത് വാർത്ത അറസ്റ്റ് ചെയ്താലും വാർത്ത വരണ്ടേ. അങ്ങനെ നോക്കുമ്പോഴേ അന്വേഷിച്ചപ്പോൾ ഇയാൾ സൗദിയിലെ അല്ല. ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഇയാൾ ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ UK-ലാണ്. UK-ൽ ഇയാളെ ഭാര്യ UK-ൽ നഴ്സോ എന്തോ ആണ്. അങ്ങനെ ഇയാൾ സൗദിയിലെ റിയാദിൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് ഫേസ്ബുക്കിൽ ഇയാൾ താമസം സൗദിയിലെ റിയാദിലാണ് എന്നായിരുന്നു കൂടുതൽ. അത് രീതിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഗൾഫിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം KM ബഷീറാണ് ആദ്യമായിട്ട് ഈ വിഷയം വാർത്ത കൊടുക്കുന്നത്. അദ്ദേഹം ഇയാൾ സൗദിയിലുണ്ട്, റിയാദിലുണ്ടെന്ന് അന്വേഷിക്കണം, കണ്ടെത്തണം എന്നായിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഉറപ്പിച്ചു ഇയാൾ സൗദിയിലുണ്ട്, റിയാദിലുണ്ടെന്ന്. സത്യത്തിൽ ഇയാൾ എവിടെ ഉള്ളത്? UK-ലാണുള്ളത്. ഇയാൾ ഈ പാവം 4 മക്കൾ അബുദാബിയിൽ മരണപ്പെട്ടപ്പോൾ എല്ലാവരും ദുഃഖപ്പെടുന്ന ഒരു സമയത്ത് അവരെ പന്നി പെറ്റ കൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടുന്നത് ചത്തൊടുങ്ങട്ടെ എന്ന രീതിയിൽ ഒരു പിശാചിനെ പോലും നാണിക്കുന്ന രീതിയിൽ കമന്റ് ഇട്ടത്. അപ്പൊ നമ്മളൊക്കെ കരുതി ഇയാളെ ഫേസ്ബുക്കിലൊക്കെ റിയാദിൽ നിന്നൊക്കെ ഉള്ളപ്പോൾ ഇയാൾ സൗദിയിലാണ്, റിയാദിലാണ്. അപ്പോഴേക്കും ഏതൊരു ചങ്ങാതി എന്ത് പറയുകയും ചെയ്തു, ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളത് വിശ്വസിച്ചു. കാരണം നമ്മൾ ആ ഒരു സോഴ്സിനെ ഗൾഫിലൊക്കെ ഉള്ള ഒരു ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ എന്തായാലും ഗൾഫിലുള്ള വാർത്ത അറിയാലോ. സാധാരണ ഗൾഫിലുള്ള ചെറിയ വാർത്തയിൽ പോലും മീഡിയ വണ്ണിൽ വരാറുണ്ട്, അതിനും വാർത്തയില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് അന്വേഷണത്തിൽ ഇയാൾ ഗൾഫിലേ ഇല്ല. അപ്പൊ ഈ തെമ്മാടി ഉള്ളത് എവിടെയാണ്? UK-ലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവനീ നടക്കണം, ഇവിടെ നമ്മളൊക്കെ വാർത്ത അടക്കമുള്ള ഇവനെ അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇവൻ കണ്ടിട്ടുണ്ട്. ഇവൻ പുതിയൊരു പോസ്റ്റ് ഇട്ടു, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനിവിടെ UK-ലാണ്. വളരെ പ്രകോപനകരമായ ഒരു പോസ്റ്റ്. ആ പോസ്റ്റർ നിങ്ങളത് വായിച്ചു നോക്കി. ഞാൻ പറയണില്ല, നിങ്ങൾ വായിച്ചു നോക്കി. ഇവൻ ചെയ്ത തെമ്മാടിത്തരത്തിൽ ഒരു അല്പം പോലും മനസ്സാക്ഷിക്കുത്തില്ലാതെ, ഒരു കുറ്റബോധമില്ലാതെ ഇവർക്കൊക്കെ പടച്ചറബ് കൊടുക്കട്ടോ. ആ കുടുംബം എന്ന് അനുഭവിക്കുന്ന ഒരു വേദന, ആ ഒരു 4 സഹോദരങ്ങൾ മരണപ്പെട്ടത് ആ ഇസ്സ അറിഞ്ഞിട്ടില്ല. ഇതാ വീട്ടിലെ 5 മക്കൾ എന്ന് പറഞ്ഞ ബഹളത്തിന്റെ ബഹളല്ലേ, പിണക്കുമായിട്ട് ആ വീട് ശൂന്യമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. മയ്യത്ത് ഖബറടക്കാനും മറ്റൊക്കെ നേതൃത്വം കൊടുത്ത ഒരാൾ പറയുന്ന വാക്കുകളൊന്ന് കേട്ടോക്ക്. മയ്യത്ത് കാണുമ്പോ സത്യം പിടിക്കുമ്പോ ഹൃദയം പൊട്ടിപ്പോയിന്. അത് ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. അള്ളാഹുവിന്റെ അടുത്ത് വന്നൊരു വല്ലാത്ത താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ഇതാണ് ഉണ്ടായിരുന്നത്. കാരണം അതിനിവിടെ എനിക്ക് അവിടെ അബ്ദാബിയിൽ നിന്ന് ഞാൻ ഷാക്കിയും കൂടിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. മെയ്ഡിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ് അവരെ വീട്ടിലുള്ള അവരുടെ ബ്രദറിന്റെ വീട്ടിലാണ്. ബ്രദറും ഫാമിലിയും പുറത്തു പോകുന്നതുകൊണ്ടാണ് ഈ മെയ്ഡിന് എന്ത് ചെയ്തത്, പിന്നെ അവരെ വീട്ടിലോട്ട് നിർത്തിയത്. അവരെയും ആയുസ് സർവശക്തനായ റബ്ബ് എന്ത് ചെയ്തു, അത്രേ കണക്കാക്കിയിട്ടുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിസ ഇവരുടേത് റാസൽ കൈമയായിരുന്നു, മക്കളുടെ ഒക്കെ വിസ. അപ്പോൾ റാസൽ കൈമ വിസ ആകുമ്പോൾ ഇവിടുത്തെ ലോകം എന്ന് പറഞ്ഞാൽ ദുബൈയാണ്, ദുബൈയിലൊക്കെ റാസൽ കൈമ. പക്ഷേ ഇവർക്ക് ഇവിടെ താമസിക്കുന്നത് വർക്കലായതുകൊണ്ട് ദുബൈയിലായതുകൊണ്ട് ആ ഒരു പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇവരെന്താക്കി തന്നു, ചെയ്തു തന്നു. ഇവരുടെ കാര്യങ്ങൾ ചെയ്തു തന്നത് കൊണ്ടാണ് ദുബൈയിൽ വലിയ മക്കളെ വേദനിപ്പിച്ചപ്പോൾ നിനക്ക് ദൈവം ഒന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് മോനെ നീ അതിന് കണ്ണീര് അനുഭവിക്കും, അത് ഉറപ്പാ. റിയാദിൽ ജോലി ചെയ്യുന്ന റാഫി എന്ന് പറയുന്ന ഒരു ബ്ലോഗറാണ് ഈ ഒരു വാർത്ത, അതായത് ഇവൻ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത്. അത് കണ്ടിട്ട് നമ്മൾ പല ആളുകളെയും, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പല ആളുകളെയും നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരെല്ലാം പറയുന്നത് ഇവനെ പിടിച്ചു എന്ന്. പക്ഷേ ഇവൻ 2009 2010 ആ കാലഘട്ടങ്ങളിൽ ഇവൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നു. റിയാദിലായിരുന്നു ജോലി ചെയ്തത്. അന്ന് അവൻ്റെ പ്രൊഫൈലിനകത്തുള്ളത് ഇവൻ ലിവിങ് സൗദി അറേബ്യ എന്നായിരുന്നു. അത് വെച്ചിട്ടാണ് ഇവൻ്റെ പിന്നാലെ എല്ലാവരും പോയി. എന്നാൽ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഈ പറയുന്ന UK-യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ നാറിയുടെ പ്രൊഫൈല് നിങ്ങൾ തപ്പിപ്പിടിച്ച് ഈ പട്ടിക്കുണ്ടായവൻ എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് 2 എണ്ണമെങ്കിലും ഒന്ന് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കർമ്മമായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും മനസ്ഥിതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മനുഷ്യനുണ്ടാകാത്ത മൃഗത്തിനുണ്ടായിട്ടുള്ള ഈ പരം നാറിക്കിട്ട് 2 പൊട്ടിക്കുന്ന ഒരു വാർത്ത ലോകത്തുള്ള മതത്തിനതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഓരോ ആളുകളും കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്താ നമുക്കിപ്പോൾ നേരിട്ട് റിയാദിൽ പോയിട്ട് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വാർത്ത ചെയ്തു തന്നെ. എന്തായാലും ആ മക്കളെയും ഭാര്യേനെയൊക്കെ ദൈവം തമ്പുരാൻ കാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയൂ. നമ്മൾ ഒരിക്കലും ഈ നാറിയെപ്പോലെ ചിന്തിക്കുന്നവനാകരുത്. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ നമ്മളും ആ പട്ടിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശുഭമായിട്ടുള്ളൊരു വാർത്ത കേൾക്കാം എന്ന ശുഭപ്രതീക്ഷയിൽ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കരച്ചിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സർവശക്തൻ എല്ലാവിധ ക്ഷമിക്കാനായിട്ടുള്ള ഒരു കഴിവും മനസ്സും കൊടുക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.